അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള വേദി സൗദി അറേബ്യയോ അല്ലെങ്കിൽ യുഎഇയോ ആകാനാണ് സാധ്യതയെന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട്. യുക്രൈൻ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശവും പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള സന്നദ്ധതയും പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് അടുത്തിടെ നടത്തിയ പ്രസ്താവനകളെ തുടർന്നാണ് കൂടിക്കാഴ്ചയ്ക്കുള്ള ഇപ്പോഴത്തെ സാധ്യതയ്ക്ക് വഴിതെളിഞ്ഞത്. കൂടിക്കാഴ്ച സംബന്ധിച്ച് അമേരിക്കയും റഷ്യയും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥർ അടുത്തിടെ സൗദി അറേബ്യയും യുഎഇ സന്ദർശിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം യുക്രൈൻ സംഘർഷങ്ങളിലുടനീളം രണ്ട് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളും നിഷ്പക്ഷത പാലിച്ച് റഷ്യൻ യുക്രൈൻ നേതാക്കളുമായി സംഭാഷണങ്ങൾ നടത്തിയിരുന്നു. ട്രംപുമായും പുടിനുമായും സൗദി യുഎഇ രാജ്യങ്ങളുടെ നിഷ്പക്ഷ നിലപാട് കൂടിക്കാഴ്ചയ്ക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആതിഥേയത്വം വഹിക്കാൻ അവരെ അനുയോജ്യരാക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ തിരഞ്ഞെടുത്തതിന് പിന്നിൽ നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളാണെന്നാണ് റിപ്പോർട്ടിലുള്ളത്. യുക്രൈനിനോടുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയാണ് റഷ്യ അമേരിക്ക കൂടിക്കാഴ്ചയ്ക്ക് പാശ്ചാത്യ രാജ്യങ്ങളെ തിരഞ്ഞെടുക്കുന്നതായാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിലുള്ളത്. സൗദി അറേബ്യയിലെയും യുഎഇയിലെയും നേതാക്കളുമായി ട്രംപും പുടിനും നല്ല ബന്ധം വളർത്തിയെടുത്തു വരികയാണ്. അധികാരമേറ്റ ശേഷം ട്രംപ് വിളിച്ച ആദ്യ വിദേശ രാഷ്ട്രത്തലവൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ആയിരുന്നു. കഴിഞ്ഞ മാസം ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ വീഡിയോ ലിങ്ക് വഴി നടത്തിയ പ്രസംഗത്തിനിടെ കിരീടാവകാശിയെ ഒരു അത്ഭുതകരമായ വ്യക്തി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ അമേരിക്ക റഷ്യൻ രാജ്യങ്ങളിലെ തടവുകാരുടെ കൈമാറ്റത്തിന് സൗകര്യമൊരുക്കിയതിന് മുഹമ്മദ് ബിൻ സൽമാനോട് പുടിൻ നന്ദി പറഞ്ഞിരുന്നു. അതേസമയം ട്രംപ് പുടിൻ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അമേരിക്കയും റഷ്യയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കൂടാതെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെയും അതിൽ അമേരിക്കയുടെ പങ്കിന്റെയും പ്രധാന വിമർശകനാണ് ഡൊണാൾഡ് ട്രംപ്. താൻ അധികാരത്തിൽ ഇരുന്നെങ്കിൽ സംഘർഷം ആരംഭിക്കാൻ അനുവദിക്കില്ലായിരുന്നു എന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത്. ഈ അവകാശവാദത്തിന് വ്ളാഡിമിർ പുടിൻ നേരത്തെ പിന്തുണ നൽകിയിരുന്നു. റഷ്യൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നിരവധി അഭിമുഖങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ US പ്രസിഡന്റുമായി ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും ബിസിനസ് പോലുള്ള പ്രായോഗികവും എന്നാൽ വിശ്വസനീയവുമായ ബന്ധമാണ് ഉണ്ടായിരുന്നുവെന്ന് പുടിൻ പറഞ്ഞിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ 2020 അവർ അദ്ദേഹത്തിൽ നിന്ന് വിജയം മോഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ 2022 യുക്രൈനിൽ ഉയർന്നു വന്ന പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നുവെന്ന അദ്ദേഹത്തിന്റെ വാദത്തോട് തനിക്ക് വിയോജിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം അഭിമുഖത്തിനിടെ പറഞ്ഞിരുന്നു.